ഹിജാബ് വിവാദം തുടരുന്നതിനിടെ എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ടി.സിക്കായി അപേക്ഷ നൽകിയത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, നേരത്തെ ഇത്തരം ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ കുട്ടികൾ സ്കൂൾ വിടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത, 2 കുട്ടികൾ കൂടി അവിടെ നിന്ന് സ്കൂൾ മാറുന്നതിന് വേണ്ടി ടി.സിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതിൽ അവർ പറയുന്നത്, അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് ഇതിൽ പുറത്തു വരികയും ചെയ്തത്. ജിസ്ന ഫിർദോസ് എന്ന അവർ കുട്ടിയുടെ മാതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടികളോട് പെരുമാറിയ രീതി, അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്ന കുട്ടിയെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ഭയമുണ്ടാകുന്നു എന്ന രീതിയിൽ ആ ഒരു പ്രസ്താവന, പ്രിൻസിപ്പലിൻ്റെ പ്രസ്താവന, ഒപ്പം തന്നെ PTA പ്രസിഡൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വിശദീകരണം, ഇതെല്ലാം തന്നെ വളരെ മാനസികമായി അവരെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. നിലവിൽ ഈ കുട്ടികൾ അവിടെ ക്ലാസ്സിൽ പോകുന്നവർ, സെൻറ്റ് റീത്താസിൽ പോകുന്നവരാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. അവർ നിലവിൽ ഹിജാബ് ധരിച്ചൊന്നുമല്ല അവിടെ പോകുന്നത്. പക്ഷേ ഈ ഒരു പ്രസ്താവന അവരെ വളരെ മാനസികമായിട്ട് അവരെ മുറിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അവർ സ്കൂൾ മാറുന്നത് മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ്. അവിടെയുള്ള അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ് അവർ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൽ അവിടെ സെൻറ്റ് റീത്താസിൽ തുടർന്ന് പഠിക്കുന്നത് തങ്ങളുടെ കുട്ടികൾക്ക് ഒരു മാനസിക സംഘർഷത്തിലേക്ക് നയിക്കും. കാരണം ഈ രീതിയിലുള്ള വാക്കുകൾ, പ്രിൻസിപ്പലിൻ്റേതും അതോടൊപ്പം തന്നെ PTA പ്രസിഡൻ്റേതും അടക്കമുള്ള വാക്കുകൾ തങ്ങളെ ആഴത്തിൽ മുറിപ്പെടുത്തിയെന്നതടക്കം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കുട്ടികളെ തന്നെ മാനസികമായി ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഉള്ളതുകൊണ്ടാണ് തങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് പോകുന്നതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അത് ഈ 2 കുട്ടികൾക്കും വേണ്ടിയുള്ള ടി.സിയുടെ അപേക്ഷ അവർക്ക് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ലഭിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അവർ പറയുന്നു. അതിനുശേഷം അടുത്തുള്ള അവർ ലേഡീസ് കോൺവെൻറ്റ്, മറ്റൊരു കോൺവെൻറ്റ് സ്കൂളാണ്, അവിടേക്ക് മാറ്റുവാനാണ് തങ്ങൾ ആലോചിക്കുന്നതെന്നും അവർ ഈ FB പോസ്റ്റിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ വിവാദത്തിൽ വലിയ രീതിയിലുള്ള തിരിവുകൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഹൈക്കോടതി പെട്ടെന്ന് ഇത് സ്റ്റേ ചെയ്യാനുള്ള ഒരു ആവശ്യമാണ് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടത്, സ്കൂൾ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ അത് വെള്ളിയാഴ്ചത്തേക്ക് കേസ് കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഈ ടി.സി വാങ്ങാൻ തീരുമാനിച്ചിരുന്ന ഈ ഹിജാബ് വിവാദത്തിൽപ്പെട്ട ആ കുട്ടിയും അവരുടെ രക്ഷിതാക്കളും തീരുമാനിച്ചിരിക്കുന്ന കോടതി എന്ത് പറയുന്നു എന്നതുവരെ കേൾക്കാനുള്ള ഒരു സാവകാശത്തിലേക്കാണ് അവരും ചെന്നെത്തി നിൽക്കുന്നത്. ഇപ്പോഴാണ് 2 കുട്ടികൾ, നേരത്തെയും അത്തരം വാർത്തകളുണ്ടായിരുന്നു, ഒരുപക്ഷെ മറ്റു കുട്ടികൾ അവിടെ നിന്ന് ടി.സി വാങ്ങി മാറുവാനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്, ചില ആലോചനകൾ അങ്ങനെ നടക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നു. പക്ഷെ ഇവർ പറയുന്നത്, ഞങ്ങൾ അതൊരു ആസൂത്രിതമായ ഒരു ആലോചനയുടെ കാര്യങ്ങളുടെ പേരിലല്ല. ഈ കുട്ടിക്ക് അവരോട് ഈ കുട്ടിയോട് പെരുമാറിയ രീതി, അവർ ചില സംഭാഷണങ്ങൾ, പ്രിൻസിപ്പലിൻ്റെയും പ്രത്യേകിച്ച് PTA പ്രസിഡൻ്റെയും അടക്കമുള്ള ചില സംഭാഷണങ്ങൾ തങ്ങളെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അവരോടുള്ള ഈ നീരസം പ്രകടമാക്കിക്കൊണ്ട് തന്നെയാണ് തങ്ങൾ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചത്, തങ്ങളുടെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റി പഠിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിനുള്ള ഒരു അപേക്ഷ നൽകിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അനുമതി ലഭിക്കുമെന്നാണ് പറയുന്നത്. അനുമതി ലഭിച്ചാൽ കുട്ടികളെ ചേർക്കുന്നത് തൊപ്പുമ്പഴ അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്കാണെന്ന് അതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിവാദത്തിൽ സെൻറ്റ് റീത്താസ് സ്കൂളിനെ അതിൽ ചില രക്ഷിതാക്കളെങ്കിലും അവരുടെ ആ ഒരു പെരുമാറ്റ രീതിയെ തന്നെ അത് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് തന്നെയാണ് രഞ്ജിത്ത. അതായത് നേരത്തെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ വിഷയമെന്നായിരുന്നല്ലോ പ്രചരണവും മറ്റും. അതിനുശേഷം ഈ പ്രശ്നം വഷളായതിനു ശേഷം കൂടുതൽ കുട്ടികൾ ഈ സ്കൂളിൽ നിന്ന് പോകാൻ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 65 കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഉള്ള കുട്ടികളുണ്ട്. അവരിൽ 3 പേർ ഇപ്പോൾ ഇത്തരം ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡാനി, ഇതിൽ അവർ ഈ FB പോസ്റ്റിൽ അവർ വ്യക്തമാക്കുന്നൊരു കാര്യങ്ങളുണ്ട്. ഇത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന എൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ്. മറ്റ് വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത്. ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമിടയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അതിനാൽ അവർ 2 പേരുടെയും ടി.സി വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പറയുന്നത്. ടി.സിക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകിയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് നൽകാൻ കഴിയൂ എന്നാണ് സ്കൂളിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു എന്നതെല്ലാം തന്നെയാണ് പറയുന്നത്. ഒപ്പം ചേർക്കുന്നത് രഞ്ജിത്ത്, അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലാണ് ഞങ്ങൾ കുട്ടികളെ ചേർക്കുന്നത്.
എന്നതെല്ലാം തന്നെ അവർ അത് ഏതായാലും ആ സ്കൂളിലെ ഒരു അധ്യാപിക ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിരുന്നു. എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും അവിടെ മക്കൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നതെല്ലാം തന്നെ ഇവർ പറയുന്നു. നിലവിൽ ഈ 2 കുട്ടികളും സ്കൂളിൽ ഹിജാബ് ധരിച്ചല്ല പോകുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തോടെ മറ്റു മതങ്ങളെ അടക്കം നിഷേധിക്കുന്ന രീതിയിൽ അവരുടെ വിശ്വാസങ്ങളെ അടക്കം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് പ്രിൻസിപ്പലിൻ്റെയും അതോടൊപ്പം തന്നെ PTA പ്രസിഡൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി കുട്ടികളെ അവിടേക്ക് അയക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കുന്ന 2 പേർ ഒരു രക്ഷിതാക്കൾ കൂടി വന്നിരിക്കുന്നു. അവരെ 2 കുട്ടികളെ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി പഠിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് രഞ്ജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. TCക്കായി കൂടുതൽ കുട്ടികൾ അപേക്ഷ നൽകുന്നു സെൻറ്റ് റീത്ത സ്കൂളിൽ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ 2 കുട്ടികളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഒരു കുട്ടി മാത്രമായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും പിന്നീട് ഇപ്പോൾ ആ കുട്ടി തീരുമാനിച്ചിരിക്കുന്നത് കോടതി വിധി വരട്ടെ എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം 2 കുട്ടികൾ കൂടി ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഗൗരവതരമായ ഒരു സംഗതിയാണ്. നമ്മൾ ഈ വിഷയത്തിൻ്റെ പുറകെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ പുറത്തു വന്ന 2 പ്രധാനപ്പെട്ട വാർത്തകൾ സമസ്ത നടത്തുന്ന വിവരശേഖരണമാണ് ഇത്തരം സ്കൂളുകളുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് തന്നെ സമസ്ത വിഷയത്തിൽ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞിരുന്നു കൂടുതൽ കുട്ടികൾ ആ തരത്തിൽ അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ വിവരങ്ങൾ പുറത്തു വരികയാണ്. കൂടുതൽ കുട്ടികൾ സെൻറ്റ് റീത്ത സ്കൂളിൽ നിന്നും TC വാങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു, അതും ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ PTA പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഡാനി? സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വാർത്താ സമ്മേളനം നടത്തി ഒരു വാർത്താക്കുറിപ്പ് വായിക്കുകയായിരുന്നു ഉണ്ടായത്. അന്ന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് ഇതുവരെയും ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും അവരൊരു പ്രതികരണത്തിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മറ്റു വിഷയങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടിയുടെ TC വാങ്ങുന്നത് സംബന്ധിച്ചായ കാര്യങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയും അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വിശദീകരണത്തിലേക്കോ വിശദാംശങ്ങളിലേക്കോ എന്തിന് PTA പ്രസിഡന്റ് പോലും അതിലേക്ക് വരുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ PTA പ്രസിഡന്റിനെതിരെ ഒരു കേസ് അടക്കം ഈ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു എന്നതിലൊരു പരാതി സൈബർ പോലീസിന് നൽകുകയും അത് പള്ളുരുത്തി ആ പോലീസിനെ കൈമാറുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോൾ താൻ ഇനി ഇതിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ രീതിയിലേക്ക് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം ശ്രീ ജോഷി കൈതവളപ്പിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ജോഷി കൈതവളപ്പിൽ, ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞിരുന്നോ? കൂടുതൽ കുട്ടികൾ TC വാങ്ങി പോകാൻ ഒരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇല്ല, ഇതുവരെ നമുക്ക് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ പിന്നെ അത് തന്നെയല്ല, നാളെ അവധിയല്ലേ, ഇപ്പൊ ചൊവ്വാഴ്ചയെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചൊവ്വാഴ്ച അറിയുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അല്ലെ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർ ഈ അവിടുത്തെ മാനസിക പ്രശ്നം ആദ്യം മുതൽ അങ്ങനെയാണല്ലോ. ഒരുമിച്ച് ആദ്യം മുതൽ ഫേസ്ബുക്കിലൂടെ ആണല്ലോ, ഇവര് ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ആണല്ലോ ആദ്യം മുതൽ ഇവരുടെ ഒരു കണ്ടുവരുന്ന പ്രവണത. നമ്മൾ ഒഫീഷ്യൽ ഒരു ഓഫീസുണ്ട്, അവിടെ മാനേജറുണ്ട്, പ്രിൻസിപ്പളുണ്ട്, എല്ലാ സംവിധാനങ്ങളും. അപേക്ഷ കിട്ടിയിട്ടില്ല അല്ലേ? അല്ല, എന്റെ അറിവിൽ കിട്ടിയിട്ടില്ല. ഇന്ന് അവധിയാണ്, ഇന്നലെ അവധിയായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പം ഓഫീസ് ഇപ്പം ദീപാവലിയുടെ അവധിയും കൂടി കഴിഞ്ഞായിരിക്കുമല്ലോ നമുക്ക് ഓഫീസ് ഫംഗ്ഷൻ ആവുക. അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന പോലെ ആളുകളെയൊക്കെ ഒരു പാനിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കരുതുന്നുള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു വിഷയങ്ങൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഞാൻ അതിനകത്ത് വേറെ പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഇത്തരം അറിവ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഈ ആരെങ്കിലും ഇവരെ മനഃപൂർവ്വം ഇത്തരം പ്രവണതകൾക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ടോ PTA-ക്ക്? അതങ്ങനെ ഞങ്ങൾ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിവില്ലാത്തിടത്തോളം കാലം നമ്മൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ല. ഈ വരുന്ന ആളുകളോട് നമുക്ക് വേണേൽ ചോദിക്കാം, അങ്ങനെ ഈ വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള അവരൊരു റീസൺ പറയുമല്ലോ, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. താങ്കൾക്കെതിരെയും ഒരു പരാതിയുണ്ട്, പോലീസ് കേസൊക്കെ ഉണ്ടല്ലേ? ഇല്ല, പോലീസ് കേസ് ഇതുവരെ എന്നെ ഒരു സ്റ്റേഷനിൽ നിന്നും ബന്ധപ്പെട്ടിട്ടില്ല. അതായത് ഞാനിങ്ങനെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്, ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. എക്സിക്യൂട്ടീവ് മെമ്പർ ഒരു പരാതി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ എക്സിക്യൂട്ടീവ് മെമ്പറിൽ ഇത്തരം ഒരാള് പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു വ്യാജ ആരോപണവും കൂടിയാണ്. എക്സിക്യൂട്ടീവിൽ ഇല്ലാത്ത ഒരാൾ എക്സിക്യൂട്ടീവിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് തന്നെ വ്യാജ ആരോപണമാണ്. അപ്പൊ നമുക്കത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ.
മറ്റൊരു വിവരം പുറത്തു വരുന്ന ആദ്യം പരാതി കൊടുത്ത കുട്ടി ഇപ്പോൾ സ്കൂളിൽ തൽക്കാലം നേരത്തെ അവർ പറഞ്ഞിരുന്നത് സ്കൂളിൽ ഇനി പഠിക്കാൻ വരുന്നില്ല എന്നാണ്. ഇപ്പോൾ പറയുന്നു കോടതി വിധി വരെ കാത്തിരിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അതെ, കോടതി വിധി വരെ കാത്തിരിക്കേണ്ട അദ്ദേഹം കുട്ടി ഇപ്പോഴും ഇവിടെ നമ്മുടെ രജിസ്റ്ററിൽ ഉള്ളതാണ്. നാളെ ഈ അടുത്ത അധ്യയനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് വന്ന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ടല്ലോ. അത് അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും പറയുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ താങ്കളുടെ അറിവിൽ, PTA യുടെ അറിവിൽ കൂടുതൽ കുട്ടികൾ പഠനം നിർത്തുന്നു എന്നുള്ള വിവരമില്ല? ഇല്ല, അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. ശരി ശരി, നന്ദി. ശ്രീ ജോഷി കൈതവളപ്പിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഈ പഠനം നിർത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ രക്ഷകർത്താവ് അല്ലേ ടെലിഫോൺ ലൈനിലുണ്ട്. കേൾക്കാമോ സാർ? എന്താണ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ? ഞങ്ങൾ ടി സി ഓൾറെഡി എല്ലാ ഫോമുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നത്. ഫില്ല് ചെയ്ത് കൊടുത്തു അല്ലേ? കൊടുത്തു. ആരെയാണ് ഏൽപ്പിച്ചത്? അവിടുത്തെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിനെ കണ്ടു. എല്ലാവരെയും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. എന്താ നിങ്ങൾ റീസൺ വെച്ചിരിക്കുന്നത്? എന്താണ്? ഹലോ, കേൾക്കാമോ മാഡം? മാഡം സർ, ഞാൻ മദറാണ്. കുട്ടിയുടെ മദറാണ്. ശരി. അതെ, ഞാൻ അവിടെ കൃത്യമായിട്ട് പോയിട്ട് ഫോം ഫില്ല് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിന്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ട്, ഞാനത് കൊടുത്തതിന്റെ. അതിനൊരു റീസൺ ഞാൻ അവിടെ വെച്ചേക്കുന്നത് പേഴ്സണൽ എന്ന് മാത്രമാണ്. എന്റെ പേഴ്സണൽ റീസൺ കൊണ്ടാണ് ഞാൻ അവിടെ വെക്കുന്നതെന്നാണ്. പിന്നെ ക്ലാസ് ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം? അതായത് അറിയാമല്ലോ, ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന കാര്യം അറിയാമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ മക്കളെ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അത് മറ്റാരുടെയും ഒരു തീരുമാനമല്ല, എന്റെയും ഭർത്താവിന്റെയും മാത്രം ഒരു തീരുമാനമാണ്. നിങ്ങൾ ഈ കുട്ടി ഈ തരത്തിൽ എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും മാനസിക വിഷമമോ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ലില്ല, കുട്ടികൾ പറഞ്ഞിട്ടില്ല. നമുക്ക് അത്രയും പറയാനുള്ള തരത്തിലുള്ള വലിയ മുതിർന്ന കുട്ടികളല്ല എന്റേത്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും മാത്രം പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാനത് കുട്ടികളെ ചോദിച്ച് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അതായത് താങ്കളും താങ്കളുടെ ഭർത്താവും ചേർന്നെടുത്ത തീരുമാനമാണ്? അതെ, വേറൊരാളുടെയും ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ മാത്രം തീരുമാനമാണത്. ഈ സ്കൂളിൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലമാണ് നിങ്ങളെ എങ്ങനെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്? അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെയാണ് കുട്ടി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കി? അതായത് ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. നാളെ എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് കിട്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ വേണം ഞാൻ കൊടുക്കാൻ. അപ്പോൾ ആദ്യം TC അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിന് ഈ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മദറിനോട് കൃത്യമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. ആ മദർ, അതായത് അതും ഒരു കന്യാസ്ത്രീയാണ്, ആ മദർ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് പറഞ്ഞത്, ഞാനൊരു കന്യാസ്ത്രീയാണ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളും ഇല്ല, ഞങ്ങൾ മക്കളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നെനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതിന്മേലാണ് ഞാനിപ്പോ അവിടെ തന്നെ കൊണ്ടുവന്ന് ചേർക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് TC അപ്ലൈ ചെയ്യുക ചെയ്തത്. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കിട്ടും എന്നാണ് അവിടുത്തെ സ്കൂൾ അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയെ ഈ സ്കൂൾ എത്ര വർഷം, കുട്ടി 2 വർഷമായി പഠിക്കുന്നുണ്ടല്ലേ? അതെ. ഈ ആ സമയത്ത് ഇത്തരം നിബന്ധനകൾ സ്കൂൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? സ്കൂളിൽ മുൻകൂറായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടോന്നാണോ സർ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അതായത് സാർ മനസ്സിലാക്കേണ്ടത്, എന്റെ കുട്ടികൾ രണ്ടും ചെറുതായതുകൊണ്ട് ഞാൻ കൂടുതലും ഈ യൂണിഫോമിന്റെ ഹിജാബ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം നാളെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവണ്ട. അതുകൂടാതെ തന്നെ ഒരു പൊതുജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടെ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയും പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിക്കാൻ പാടില്ല. കാരണം ഈ ഒരു സ്കൂളിലെ ടീച്ചർ എന്നല്ല പ്രിൻസിപ്പലോ PTA ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വെച്ചിട്ട് ആ ഒരു ഈ മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്തെന്ന് ഓർത്തിട്ട്
മറ്റുള്ള കന്യാസ്ത്രീകളെല്ലാം അങ്ങനെയാണ് എന്നുള്ളൊരു തീരുമാനം, അങ്ങനത്തെ ഒരു സംസാരം ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കോൺവെന്റ് സ്കൂൾ തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം നാളെ അവരും കന്യാസ്ത്രീകളാണ്, ഇതേപോലെ തന്നെ ശിരോവസ്ത്രം അണിയുന്നവരാണ്. പക്ഷെ അവർക്കില്ലാത്ത എന്ത് ഒരു വിവേചനമാണ് ഇവർക്കുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്കൂളിൽ എന്റെ മക്കൾ പഠിച്ചാൽ അത് അവർക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതായത് ഹിജാബ് ധരിച്ച് ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇത്തരം നിയന്ത്രണങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് കുട്ടിയെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അതെ. അങ്ങനെ ഉറപ്പ് ഇപ്പോൾ പുതിയ സ്കൂൾ നൽകിയിട്ടുണ്ട്, നിങ്ങൾ ചേരാൻ പോകുന്ന സ്കൂൾ? തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേത് സ്കൂളാണ്? അവർ ലേഡീസ് കോൺവെന്റ് സ്കൂൾ, തോപ്പുംപടി. അവരോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി സംസാരിച്ചോ? വ്യക്തമായി സംസാരിച്ചതിന് ശേഷം, അഡ്മിഷൻ ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ടി.സിയുടെ ആപ്ലിക്കേഷൻ കൊടുത്തത്. അതായത് ഈ സ്കൂളിലെ വിവാദങ്ങളും ഒക്കെ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അവർക്ക് ആ ഒരു പ്രശ്നമില്ല, അവരുടെ യൂണിഫോമിനപ്പുറം ഹിജാബ് കൂടി ധരിക്കുന്നതിന് പ്രശ്നമില്ല. ഇല്ല, അവിടെ കുട്ടികൾ ധരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ഞാൻ നേരിൽ കാണുകയും ചെയ്തു ഈ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്. അപ്പോൾ ഇത് ഈ കാര്യം ഈ പഴയ സ്കൂളിൽ, ഇപ്പോൾ കുട്ടി പഠിക്കുന്ന സ്കൂളിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് ചോദിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു ചിരിയിലാണ് ഒതുക്കിയത്. അപ്പോ ഈ ഒരു പ്രശ്നം കൊണ്ടാണോ എന്ന് ഓഫീസ് സ്റ്റാഫ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇനി എനിക്കൊരു കുട്ടിയും കൂടി ഉണ്ട്. ആ കുട്ടിയെ ഇനി ഞാൻ LKG ചേർക്കാൻ പോവാണ്. അപ്പൊ ആ സ്കൂളിൽ തന്നെ, മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആ കുട്ടിയെയും ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് ടീച്ചേഴ്സിനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ്, അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്കൂളിലേക്കാണ് മിസ്റ്റർ ഞാൻ മാറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന്റെ PTA പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ല, ടി.സിയുടെ അപേക്ഷ കിട്ടിയിട്ടില്ല എന്നൊക്കെ. അദ്ദേഹം അറിഞ്ഞു കാണില്ല അല്ലേ? അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണില്ല. എന്റെ ഫോണിലുണ്ട്, ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് ഇത് കൊടുത്തത്. കാരണം ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് ഒരു തെളിവുണ്ടാവണമല്ലോ. അപ്പൊ ഞാനത് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞാനത് കൊടുത്തത്. സ്വാഭാവികമാണ്, കോടതിയുടെ വിധി മാത്രത്തിലാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കാം, ആ സ്കൂളിന് സമ്മതമുണ്ടെങ്കിൽ അത് ആ തരത്തിൽ തന്നെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും അതാണ്, അതിനുള്ള അവകാശവും അധികാരവും എല്ലാം നിങ്ങൾ കൊണ്ടുതാനും. നന്ദി പ്രതികരിച്ചതിന്. ഏതായാലും ഡാനി, ഇതാണ് അവർ സ്വമേധയാ കുട്ടി ഈ പറയുന്നതുപോലെ മാതാപിതാക്കളുടെ തീരുമാനമാണ് അത്തരത്തിലൊരു പുതിയ സ്കൂളിലേക്ക് മാറ്റുക. അത് ഒരു കോൺവെന്റ് സ്കൂളാണെന്ന് വേണം മനസ്സിലാക്കാൻ. കന്യാസ്ത്രീകൾ നയിക്കുന്ന സ്കൂളാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ല, അവിടെ ഹിജാബ് ധരിക്കുന്നതിന് സമ്മതമാണ്, അവിടെ ഹിജാബ് ധരിച്ചെത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നും ഈ മാതാവ് പറയുന്നുണ്ട്. ഡാനി ടെലിഫോൺ ലൈനിൽ ഇല്ല. ഏതായാലും സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മാതാവാണ് നമ്മളോട് സംസാരിച്ചത്. ടി.സിക്കായി കുട്ടികൾ അപേക്ഷ നൽകി. സമീപകാലത്ത് സെയിൻറ്റ് റീത്താസ് സ്കൂളുമായി, പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് തങ്ങളെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നും മറ്റ് പ്രേരണകളൊന്നും ഈ വിഷയത്തിൽ ഇല്ല എന്നും വളരെ വ്യക്തമായി തന്നെ ആ മാതാവ് പറയുന്നു.